ഇന്ത്യയിൽ നിന്നും പുറത്തു വന്ന ആ രഹസ്യ ഫയൽ ആഗോള ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അതെ, ലോകത്തിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയുടെ പകുതിയിലധികം എണ്ണയും നിയന്ത്രിക്കുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇനി ഇന്ത്യക്ക് ആവശ്യമില്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം വരാനിരിക്കുന്ന കടുത്ത എണ്ണക്ഷാമത്തെയും മൂന്നാം ലോക മഹായുദ്ധത്തിന് കരിനിഴലിനെയും ഓർത്ത് ഭയന്ന് വിറയ്ക്കുമ്പോൾ ഇന്ത്യ ഒരു മഹാനീക്കം നടത്തിയിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഒരു കത്തുന്ന മരണപാതയാണ്. കപ്പലുകൾക്ക് നേരെ മിസൈലുകൾ പായുന്നു, വിദേശ നാവികർ കൊല്ലപ്പെടുന്നു. ഈ അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് ലോകത്തെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ ആ കടുത്ത തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇന്ത്യ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. വികസിത വൻ ശക്തികൾ പോലും കരുതി ഇന്ത്യ ഇനി തകരും. രാജ്യത്ത് ഇന്ധന വില ലിറ്ററിന് 200-300 കടക്കും. ഇന്ത്യൻ വിപണികൾ തകിടം മറിയൂ എന്ന്. എന്നാൽ അവിടെയാണ് ലോകത്തിന് തെറ്റിയത്. പശ്ചിമേഷ്യ യുദ്ധത്തിൽ കത്തുമ്പോഴും ഒരു തുള്ളി എണ്ണ പോലും കുറയാതെ, ഒരു പൈസ പോലും അധികം ചെലവാക്കാതെ ഇന്ത്യ സ്വന്തം ഊർജ്ജ ഭദ്രത കാത്തു സൂക്ഷിക്കാൻ പോകുന്ന ആ വിപ്ലവകരമായ ബദൽപാത ഏതാണ്? വൻ ശക്തിയായ അമേരിക്ക പോലും പകച്ചു നിൽക്കുമ്പോൾ UAEയും കൂട്ടുപിടിച്ച് ഇന്ത്യ വെട്ടിത്തെളിച്ച ആ പുതിയ എണ്ണപ്പാതയുടെ രഹസ്യം എന്താണ്? GCC രാജ്യങ്ങൾ വരെ വെട്ടിലായ ഈ വമ്പൻ ആഗോള പ്രതിസന്ധിയിൽ ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന്റെ പുതിയ സാമ്പത്തിക തലവനായി കളം മാറ്റി ചവിട്ടിയത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യക്കൊരു കെണിയായി മാറിയത് എന്നാണ്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന അതീവ ഇടുങ്ങിയ ഒരു കടൽപാതയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ലോകത്ത് പ്രതിദിനം വിതരണം ചെയ്യപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 20% കടന്നു പോകുന്നത് ഈ ഒരൊറ്റ വഴിയിലൂടെയാണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു പങ്കും സൗദി, കുവൈത്ത്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഈ പാത വഴിയാണ് എത്തിയിരുന്നത്. എന്നാൽ ഇറാൻ അമേരിക്ക യുദ്ധം ശക്തമായതോടെ ഈ പാത പൂർണ്ണമായും മരണക്കെണിയായി. ഒമാൻ കടലിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടപ്പെടുക വരെ ചെയ്തു. സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും മുൻഗണന നൽകുന്ന ഭാരത സർക്കാർ ഒട്ടും സമയം കളയാതെ കപ്പൽ കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകി ഇന്ത്യൻ ജീവനക്കാരെ ഈ റൂട്ടിലേക്ക് വിന്യസിക്കരുത്. എന്നാൽ ഇത് വെറുമൊരു താൽക്കാലിക പിന്മാറ്റം ആയിരുന്നില്ല. മറിച്ച് ഹോർമൂസ് എന്ന ആഗോള ചോക്ക് പോയിന്റിനെ നമ്മുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ എന്നേക്കുമായി വെട്ടിമാറ്റാനുള്ള ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ തുടക്കമായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ച ആഗോള ശക്തികൾക്കുള്ള കനത്ത പ്രഹരമാണ് ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും. അവർ തമ്മിലുള്ള പുതിയ തന്ത്രപരമായ ധാരണയാണിത്. യുദ്ധമേഖലയ്ക്ക് പുറത്തുള്ള UAEയുടെ തന്ത്രപ്രധാന തുറമുഖങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ഒരു പുതിയ സമാന്തര പാത വെട്ടി തുറന്നു കഴിഞ്ഞു. ഫുജൈറ, ഖോർഫക്കാൻ എന്നീ അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ഇന്ത്യയുടെ പുതിയ ഊർജ്ജ കേന്ദ്രങ്ങൾ. എന്താണ് ഈ തുറമുഖങ്ങളുടെ പ്രത്യേകത? ഭൂപടത്തിൽ ഇവയുടെ സ്ഥാനം പരിശോധിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാകും. ഹോർമൂസ് കടലിടുക്കിന് കിഴക്ക് ഭാഗത്താണ്, അതായത് ഇറാന്റെ നേരിട്ടുള്ള ഉപരോധ ഭീഷണിയുടെ പരിധിക്ക് വെളിയിലാണ് ഈ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ക്രൂഡ് ഓയിൽ കയറ്റുന്ന കപ്പലുകൾക്ക് ഒമാൻ ഉൾക്കടൽ വഴി നേരിട്ട് അറബിക്കടലിലേക്ക് പ്രവേശിക്കാം. അവിടെ നിന്ന് യാതൊരു തടസ്സവുമില്ലാതെ ഇന്ത്യൻ തീരങ്ങളിലേക്കും എത്താം. ഇറാന്റെ കപ്പൽ പിടിച്ചെടുക്കലുകളും മിസൈൽ ഭീഷണികളും നിറഞ്ഞ ആ ഇടുങ്ങിയ കടൽപാത പൂർണ്ണമായും ബൈപ്പാസ് ചെയ്യാൻ ഈ നീക്കത്തിലൂടെ ഇന്ത്യക്ക് സാധിക്കുന്നു. ഇതിന്റെ ആഗോള പ്രത്യാഘാതം വളരെ വളരെ വലുതാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കയറ്റി അയക്കുന്ന ഒന്നാമത്തെ രാജ്യമായി UAE മാറാൻ പോവുകയാണ്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് 100% ഗ്യാരണ്ടി നൽകുമ്പോൾ UAEയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് നൽകുന്ന മൈലേജ് ചെറുതൊന്നുമല്ല. ലോകം യുദ്ധഭീതിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയും UAEയും ചേർന്ന് പുതിയൊരു സാമ്പത്തിക അച്ചുതണ്ട് തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. കടൽ മാർഗം സുരക്ഷിതമാക്കുക മാത്രമല്ല, ഇന്ത്യ ഇവിടെ ലക്ഷ്യമിട്ടത് ഇതിലും വലിയൊരു എഞ്ചിനീയറിംഗ് വിപ്ലവമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് വളരെ അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. UAEയുടെ ഏറ്റവും വലിയ എണ്ണപ്പാട മേഖലയായ ഹബ്ഷാനിൽ നിന്നും ഫുജൈറ തുറമുഖത്തേക്ക് നിർമ്മിച്ചിട്ടുള്ള വമ്പൻ പൈപ്പ് ലൈൻ ശൃംഖലയാണ് ഇന്ത്യയുടെ പുതിയ മാസ്റ്റർ പ്ലാനിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. പ്രതിദിനം 1.5 മില്യൺ ബാരലിലധികം ക്രൂഡ് ഓയിൽ എത്തിക്കാൻ ശേഷിയുള്ളതാണ് അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ, ADCOP എന്ന് പറയും. ഗൾഫിന്റെ ഉള്ളിലുള്ള എണ്ണപ്പാടങ്ങളിൽ നിന്നും എണ്ണ നേരിട്ട് കടൽ മാർഗം പൈപ്പ് ലൈൻ വഴി ഫുജൈറയിൽ എത്തിക്കുന്നു. അവിടെ കാത്തു നിൽക്കുന്ന ഇന്ത്യൻ കപ്പലുകളിലേക്ക് ഇത് മാറ്റുന്നു. അതായത് ഒരു തുള്ളി എണ്ണ പോലും ഹോർമൂസ് കടലിടുക്ക് തൊടുന്നില്ല. ഇത്രയും സുരക്ഷിതമായ റൂട്ട് സ്വന്തമാക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്.
കൂടാതെ ഇതിന്റെ ശേഷി ഇരട്ടിയാക്കുന്നതിനായി മറ്റൊരു പുതിയ അത്യാധുനിക പൈപ്പ് ലൈൻ കൂടി UAE ഇപ്പോൾ അതിവേഗം നിർമ്മിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിലും ചില ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഹോർമുസ് ഒഴിവാക്കിയാലും ഒമാൻ കടലിലും UAEയുടെ അതിർത്തി മേഖലകളിലും മിസൈലുകൾ എത്തിക്കാൻ ഇറാന് സാധിക്കും. ഹബ്ഷാൻ ഫുജൈറ പൈപ്പ് ലൈൻ ആക്രമിക്കാൻ ഇറാന്റെ മിസൈലുകൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ അന്താരാഷ്ട്ര നയതന്ത്ര നിയമങ്ങൾ അനുസരിച്ച് മറ്റൊരു പരമാധികാര രാജ്യത്തിന്റെ ഉള്ളിലേക്ക് നേരിട്ട് ആക്രമണം നടത്തുന്നത് ഇറാൻ അത്ര എളുപ്പമല്ല. നിലവിൽ ഇറാന്റെ ലക്ഷ്യം പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളും അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ പൈപ്പ് ലൈൻ റൂട്ട് തന്നെയാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള എണ്ണപ്പാത. ഇന്ത്യയും UAEയും ചേർന്ന ഈ പ്രതിസന്ധിയെ തങ്ങളുടെ നയതന്ത്ര മികവ് കൊണ്ട് മറികടക്കുമ്പോൾ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ വലിയൊരു വിഭാഗം കടുത്ത ആശങ്കയിലാണ്. പശ്ചിമേഷ്യൻ ഭൂപടം എടുത്തു നോക്കിയ ഒരു കാര്യം വ്യക്തമാകും. ഹോർമോസ് കടലിടുക്ക് തൊടാതെ സ്വന്തം ഉൽപ്പന്നങ്ങൾ പുറം ലോകത്ത് എത്തിക്കാൻ GCCയിലെ വെറും 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഭൂമിശാസ്ത്രപരമായി സാധിക്കൂ. അതൊന്ന് ഒമാൻ, UAE, സൗദി അറേബ്യ എന്നിവർക്കാണ്. ഒമാന്റെ തുറമുഖങ്ങൾ നേരിട്ട് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് അവർക്ക് ഹോർമോസ് ആവശ്യമില്ല. UAE ആകട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുജൈറ വഴി ഒമാൻ കടലിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കും. ഇനി സൗദി അറേബ്യ എടുത്ത് നോക്കുമ്പോൾ സൗദിക്ക് കിഴക്കൻ തീരത്തിന് പുറമെ പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കടലുണ്ട്. യാംബു തുറമുഖം വഴി ചെങ്കടലിലൂടെ ബാബുൽ മന്ദിബ് കടലിടുക്ക് കടന്ന് സൂയിസ് കനാൽ വഴി യൂറോപ്പിലേക്കും മറ്റ് അന്താരാഷ്ട്ര വിപണികളിലേക്കും സൗദിക്ക് എണ്ണ എത്തിക്കാം. എന്നാൽ ബാക്കി രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ എന്നീ 3 രാജ്യങ്ങളാണ് ഈ യുദ്ധ സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും വെട്ടിലായിരിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി ഈ രാജ്യങ്ങൾ പേർഷ്യൻ ഗൾഫിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും, അതായത് ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഹോർമോസ് കടലിടുക്ക് കടന്നേ തീരൂ. അതല്ലാതെ ഇവർക്ക് മറ്റു യാതൊരു മാർഗങ്ങളുമില്ല. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ കുവൈത്ത് ഇപ്പോൾ സൗദി അറേബ്യയുടെ സഹായം തേടിയിട്ടുണ്ട്. സൗദിയുടെ കരമാർഗമുള്ള പൈപ്പ് ലൈനുകൾ വഴി തങ്ങളുടെ എണ്ണ ചെങ്കടൽ തീരത്തെത്തിച്ച് കയറ്റുമതി ചെയ്യാനുള്ള അടിയന്തര ചർച്ചകളിലാണ് കുവൈത്ത് ഉള്ളത്. ഖത്തറും ഒട്ടും പിന്നിലല്ല. സൗദിയിലൂടെ പുതിയൊരു പൈപ്പ് ലൈൻ സ്ഥാപിച്ച് സുരക്ഷിത പാതയൊരുക്കാൻ അവർ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവയൊക്കെ യാഥാർത്ഥ്യമാകാൻ സമയമെടുക്കുമല്ലോ. അതുവരെ ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. ഈ ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഈ പുതിയ റൂട്ട് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും ഒരു പുതിയ പ്രതീക്ഷയാകുന്നത്. ഒരു വലിയ ആഗോള യുദ്ധം നടക്കുമ്പോൾ വികസിത രാജ്യങ്ങൾ പോലും എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിൽ പതറി നിൽക്കുമ്പോൾ ഭാരതം ഇവിടെ കാഴ്ചവെച്ചത് ലോകത്ത് ഇതുവരെ കാണാത്ത നയതന്ത്ര മികവ് തന്നെയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി ആഭ്യന്തര വിപണിയെ സുരക്ഷിതമാക്കിയ അതേ ഇന്ത്യ തന്നെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിലും തങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ പുറത്തെടുക്കുന്നത്. തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കടുത്ത തീരുമാനങ്ങൾ എടുക്കാനും അതേസമയം തന്നെ രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ആവശ്യമായ ഊർജം തടസ്സമില്ലാതെ എത്തിക്കാനും UAE പോലെയുള്ള വിശ്വസ്ത പങ്കാളികളുമായി തന്ത്രപരമായിട്ടുള്ള സഖ്യമുണ്ടാക്കാനും സഖ്യത്തിൽ ഏർപ്പെടാനും ഇന്ത്യക്ക് സാധിച്ചു. ഹോർമോസ് അടഞ്ഞാലും ഇന്ത്യയുടെ എണ്ണക്കുതിപ്പ് തടയാൻ ആർക്കും കഴിയില്ലെന്ന് തങ്ങളെ തളർത്താൻ നോക്കിയ ലോകശക്തികളുടെ മുഖത്ത് നോക്കി അടിവരയിട്ട് പറയുകയാണ് നമ്മുടെ രാജ്യം. യുദ്ധങ്ങൾ ലോകത്തെ തകർക്കുമ്പോൾ തങ്ങളുടെ ദീർഘവീക്ഷണം കൊണ്ടും ശക്തമായ തീരുമാനങ്ങൾ കൊണ്ടും ഇന്ത്യ എങ്ങനെയാണ് ഒരു പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റിയെടുക്കുന്നതെന്നും ആഗോള ഊർജ വിപണിയുടെ പുതിയ നേതാവായി മാറിയതും ഈ വസ്തുതകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ ഈ വിപ്ലവകരമായ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ തന്ത്രപ്രധാനമായിട്ടുള്ള ആഗോള വാർത്തകൾക്കായി ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെച്ചോളൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.